ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി പലരും പലവിധമായ മേഖലകളിൽ പ്രവേശിക്കാറുണ്ട്. പക്ഷേ എങ്കിലും ആ ദാരിദ്ര്യത്തിൽ നിന്നും അവർ മുക്തരാകുന്നില്ല. എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാകുന്നതിന് ചില ജീവിതശൈലിയിൽ സൂക്ഷ്മത പാലിച്ചാൽ അതിന് സാധ്യമാകും. ധരിച്ചിരിക്കുന്ന വസ്ത്രം തുന്നുക, രാത്രിയിൽ വീട് അടിച്ചുവാരുക, വാതിൽപ്പടിയിൽ ഇരിക്കുക, പേനിനെ കരിക്കുക, പേനിനെ ജീവനോടുകൂടി വിടുക, വെളുത്തുള്ളി തൊലി കത്തിക്കുക, കൊതുക് മൂട്ട പോലെയുള്ളതിനെ കരിക്കുക, വ്യഭിചാരത്തിൽ ഏർപ്പെടുക, പലിശ ഇടപാടുമായി ബന്ധപ്പെടുക, കാറ്റിനെ ആക്ഷേപിക്കുക, ഭക്ഷണങ്ങളെ കുപ്പയിലിടുക, തുണിക്കഷ്ണങ്ങൾ കൊണ്ട് വീട് അടിച്ചുവാരുക, രാത്രിയാണെങ്കിൽ പോലും ഇരുട്ടാണെങ്കിൽ പോലും വസ്ത്രമില്ലാതെ കിടന്നുറങ്ങുക, വലിയ ശുദ്ധിയുള്ളതായ നിലയിൽ ഭക്ഷണം കഴിക്കുക, ആ വലിയ ശുദ്ധിയുള്ളതായ നിലയിൽ കിടന്നുറങ്ങുക, വിസർജന സ്ഥലത്ത് നിന്ന് വുളൂ ചെയ്യുക, അതുപോലെ തന്നെ ഗുരുനാഥന്മാരെ മുന്നിൽ കൂടി നടക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടിയും ഗുരുനാഥന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ദാരിദ്ര്യം ഒരു മനുഷ്യനിലേക്ക് വന്നുപെടുന്നതിന് കാരണമായി തീരും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി സൂക്ഷിച്ചാൽ എല്ലാവിധമായ ദാരിദ്ര്യങ്ങളെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിന് ആവശ്യമാകുന്നതായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതിരിക്കുക, അതാണ് ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ളതായ മാർഗം ഇല്ലാതിരിക്കുകയോ അതല്ല ദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽ പറയപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സൂക്ഷിക്കുവാനുള്ളതായ തൗഫീഖ് നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.